രാജ്യത്ത് ഇന്ധനവില കുതിച്ചുയരുന്നതിനിടയിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ്. വലിയ മുതലാളി സുഹൃത്തുക്കളെ കൂടുതൽ സമ്പന്നരാക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷ്യമെന്നും അതിനായി അദ്ദേഹം പാവപ്പെട്ട ജനങ്ങളുടെ പോക്കറ്റിൽ കൈയിട്ട് വാരുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾ പണപ്പെരുപ്പം മൂലം വലിയ ദുരിതത്തിലാണെന്നും പാർട്ടി കുറ്റപ്പെടുത്തി. കഴിഞ്ഞ 11 ദിവസത്തിനിടെ പെട്രോൾ ഡീസൽ വിലയിൽ ഏകദേശം 8 രൂപയോളം വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. പണപ്പെരുപ്പത്തിന്റെ ആശാൻ പിടിച്ചുപറി നിർത്തുന്നതിന്റെ ഒരു ലക്ഷണവുമില്ല എന്ന് കോൺഗ്രസ് പരിഹസിച്ചു. ഇന്ധനവില വർധനവിന്റെ കൃത്യമായ കണക്കുകൾ നിരത്തിയായിരുന്നു കോൺഗ്രസിന്റെ വിമർശനം. മെയ് 15-ന് പെട്രോളിന് 3.29 രൂപയും ഡീസലിന് 3.11 രൂപയും വർദ്ധിച്ചു. തുടർന്ന് മെയ് 19, മെയ് 23 തീയതികളിലും വില ഉയർന്നു. ഏറ്റവും ഒടുവിലായി മെയ് 25-ന് പെട്രോളിന് 2.87 രൂപയും ഡീസലിന് 2.80 രൂപയുമാണ് വർദ്ധിച്ചത്. ഇതോടെ 11 ദിവസത്തിനുള്ളിൽ മൊത്തത്തിൽ പെട്രോളിന് 8.06 രൂപയും ഡീസലിന് 7.80 രൂപയും വർദ്ധിച്ചു. ജനങ്ങൾ പണപ്പെരുപ്പത്താൽ വലയുമ്പോഴും കോർപ്പറേറ്റ് സുഹൃത്തുക്കളെ സഹായിക്കാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നതോടെ ഡൽഹിയിൽ പെട്രോൾ വില ലിറ്ററിന് 102.12 രൂപയും ഡീസൽ വില ലിറ്ററിന് 95.20 രൂപയായും ഉയർന്നിട്ടുണ്ട്. 2 ആഴ്ചയ്ക്കിടെ ഉണ്ടാകുന്ന 4ാമത്തെ വില വർധനമാണിത്. ആഗോള വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വിലയിൽ 5.1% ഇടിവ് രേഖപ്പെടുത്തി. ബാരലിന് $98.22 താഴ്ന്ന സാഹചര്യത്തിലാണ് രാജ്യത്തെ ഇന്ധനവില കുതിച്ചുവരുന്നതെന്നത് ശ്രദ്ധേയമാണ്.